കോഴിക്കോട് വടകര അഴിയൂരിൽ നിർമ്മാണത്തിനിടെ കിണർ ഇടിഞ്ഞ് തൊഴിലാളി മണ്ണിനടിയിൽപ്പെട്ടു. ഒരാളെ രക്ഷപ്പെടുത്തി മറ്റൊരാൾക്കായി തിരച്ചിൽ നടത്തുകയാണ്. അഖില CP ആണ്. അഖില, ഗൗരവതരമായ ഒരു അപകടം അവിടെ സംഭവിച്ചു എന്നാണല്ലോ പ്രാഥമികമായിരുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്തൊക്കെ പുതിയ വിവരങ്ങൾ നൽകാൻ കഴിയും? രക്ഷാപ്രവർത്തനം എത്രത്തോളം വേഗത്തിൽ മുന്നോട്ട് പോകുന്നു? രതീഷ്, കണ്ണൂർ സ്വദേശിയായ രതീഷാണ് ഇത്തരത്തിൽ കിണർ നിർമ്മാണത്തിനിടെ മണ്ണിനടിയിൽ പോയിരിക്കുന്നത്. ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, കളക്ടറുടെ കൃത്യമായ നിർദ്ദേശമുണ്ടായിരുന്നു പ്രദേശത്ത് കോഴിക്കോട് ജില്ലയിൽ മണ്ണെടുക്കുന്നത്, ക്വാറികളുടെ പ്രവർത്തനം, മറ്റ് ഖനനം ഉൾപ്പെടെയുള്ളവർക്ക് കൃത്യമായ നിരോധനമുണ്ടായിരുന്നു. ബീച്ചിലേക്കും മറ്റ് ജലാശയങ്ങളിലേക്കൊക്കെ പോകുന്നതിന് കൃത്യമായ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. ആ വിലക്ക് ലംഘിച്ചുകൊണ്ടാണ് ഒരു കിണർ നിർമ്മാണം പുരോഗമിച്ചത്. ആ കിണർ നിർമ്മാണത്തിനിടെയാണ് ഇപ്പോൾ 2 തൊഴിലാളികൾ മണ്ണിനടിയിൽ പോയത്. ഒരാളെ പെട്ടെന്ന് തന്നെ രക്ഷിച്ചു. കണ്ണൂർ സ്വദേശിയായ രതീഷാണ് ഇപ്പോൾ മണ്ണിനടിയിൽപ്പെട്ടിരിക്കുന്നത്. എന്തായാലും വടകരയിൽ നിന്നും മാഹിയിൽ നിന്നും ഈ അഗ്നിരക്ഷാ ശമന യൂണിറ്റുകൾ എത്തി അദ്ദേഹത്തെ കണ്ടെത്താനുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. അദ്ദേഹത്തിനെ കണ്ടെത്തി, പക്ഷേ അവിടെ നിന്നുള്ള മണ്ണ് നീക്കാനുള്ള ബുദ്ധിമുട്ടാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്, നമുക്ക് ലഭിക്കുന്ന വിവരം. മാത്രമല്ല, ഏകദേശം 6 തൊഴിലാളികളാണ് ഈ കിണർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കിണറിനടിയിൽ ഉണ്ടായിരുന്നത്. എന്തായാലും ബാക്കിയുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ഈ ഒരാളെ കണ്ടെത്തിയ ഒരാളെ ഇത്തരത്തിൽ മാഹി ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ഏകദേശം 12 കൂടിയാണ് അപകടം. ഈ കളക്ടറുടെ ഉത്തരവ് കൃത്യമായി ഉണ്ടായിരുന്നു. വടകരയിലും കോഴിക്കോട് മലയോര മേഖലയും നഗരമേഖലയുമായി കൃത്യമായ അല്ലെങ്കിൽ വലിയ ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലായിരുന്നു കളക്ടറുടെ ഉത്തരവ്. ആ വിലക്ക് ലംഘിച്ചുകൊണ്ടാണ് തൊഴിലാളികൾ നിർമ്മാണത്തിൽ കിണർ കുഴിക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്നത്. ഗൗരവതരമായ സംഭവമാണ്.